ഒരു പ്രോപ്പർ കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു വ്ളോഗിംഗ് ഒക്കെ ഞാൻ ചെയ്യുന്നത് നെസ്റ്റ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. പക്ഷെ ജനുവരിയിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. അതിനുശേഷം എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 6 months ഞാൻ ക്യാമറയുടെ മുമ്പിൽ അധികം വന്നിട്ടില്ല. കോണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടോ ഒരു വ്ളോഗിന്റെ ഭാഗമായിട്ടോ ഒന്നും ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടില്ല. ആക്ച്വലി 4 months എന്ന് പറയാം. കാര്യം മാർച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ നെസ്റ്റ മീഡിയയുടെ ടീമുമായിട്ട് ജോയിൻ ചെയ്തു. ലൈക്ക് അവിടെ വർക്കിന് കയറിയില്ല, പക്ഷെ ഞാൻ ടീമുമായിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. വ്ളോഗ്സിലൊക്കെ പിന്നെയും അപ്പിയർ ആവാൻ തുടങ്ങി. പക്ഷെ എങ്കിലും ആ 3 month ഗ്യാപ്പിൽ എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. അതുവരയ്ക്കും ഒരു 6-7 months ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ പ്രസന്റേഷനും വ്ളോഗിങ്ങും ആയിട്ട് ഒത്തിരി ആക്റ്റീവായിട്ടുണ്ടായ ഞാൻ പെട്ടെന്ന് അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നത്. പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതും പാഷന്റെ പുറത്ത് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പ്രൊഫഷണലായിട്ട് നമ്മളൊരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ആൾക്കാർ എന്തെങ്കിലും പറയുമോ ഒരു പേടി എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പാഷന്റെ പുറത്ത് ഞാനൊരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ വ്ളോഗ്സ് ഇതെല്ലാം കാണിക്കുമ്പോൾ ആളുകൾ എന്തെങ്കിലും പറയുമോ ഒരു ചിന്ത, ഒരു ഇൻസെക്യൂരിറ്റി എവിടെയോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങ് വന്നു. അത് എങ്ങനെ വന്നു എന്നെനിക്കറിയില്ല, പക്ഷെ ആ ഒരു ഇൻസെക്യൂരിറ്റി എൻ്റെ ഉള്ളിലും വന്നിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ മോഡേൺ എന്ന് പറഞ്ഞാലും ആ ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് ഇത്രയും 6 months എടുത്ത് എൻ്റെതായിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ആൻഡ് ഫൈനലി ഐ ആം ഹിയർ. ഇനി അങ്ങോട്ട് എനിക്ക് എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ, ഞാൻ പ്രൊഫഷണലി ചെയ്തിരുന്ന എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് എൻ്റെ പാഷനായിട്ട് ചെയ്യാൻ ഒത്തിരി ആഗ്രഹത്തോടെ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് വീണ് കിട്ടിയ പോലൊരു അവസരം സത്യം പറഞ്ഞാൽ വരുന്നത്. എൻ്റെ ഫ്രണ്ട് വഴി പിങ്കി ചേച്ചി എന്നെ കോൺടാക്ട് ചെയ്ത് ഞങ്ങളൊരു ടെമ്പിൾ ലുക്ക് ചെയ്യാമെന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിയത്. എൻ്റെ ഹിന്ദു ബ്രൈഡൽ ലുക്ക് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. സോ അത് വീണ്ടും ചെയ്യാതെ ടെമ്പിൾ ലുക്കിലേക്ക് പോയത് ഓൾറെഡി ചെയ്തൊരു കാര്യമായതുകൊണ്ടാണ്. പിന്നെ ഇമാജിൻ ചെയ്തപ്പോൾ എനിക്കും നമ്മുടെ നല്ല കസവ് സെറ്റ് മുണ്ടും ഒക്കെ എടുത്ത് വന്ന് നിൽക്കുമ്പോൾ അത്യാവശ്യം ഭംഗിയായിട്ട് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചത്. ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊക്കെ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് നാളായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. എനിക്ക് പുതിയ എന്തെങ്കിലും ക്വാളിറ്റി സാധനങ്ങൾ ഇടണം എന്നുള്ള ഉദ്ദേശിച്ചിട്ട് ഒരുപാട് നാളായിട്ട് ക്ലിയർ ചെയ്തിട്ടിരിക്കും. പക്ഷെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എനിക്ക് കിട്ടില്ല. ബട്ട് ദിസ് ഈസ് ദാറ്റ് ആൻഡ് വി ആർ സ്റ്റാർട്ടിംഗ്.